ഹലോ ഗൈസ്, ആദി ഫാമിലി ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ തമ്പനയിൽ കണ്ടതുപോലെ ഷോർട്സ് വീഡിയോ എങ്ങനെ പെട്ടെന്ന് വൈറലാക്കി എടുക്കാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ. നമ്മുടെ യൂട്യൂബർ ക്രിയേറ്റേഴ്സ് എല്ലാം പറയുന്നത് പോലെ തന്നെ നമ്മുടെ ഷോർട്സ് വീഡിയോ നമ്മളുടെ സബ്സ്ക്രൈബ് കൗണ്ട് കൂടുന്നൊരു സാധനമാണ്. ലോങ് വീഡിയോ കൂടുന്നത് സബ്സ്ക്രൈബ് വരും. അടിച്ചു കയറാൻ വേണ്ടി നമ്മുടെ ഷോർട്സ് വീഡിയോ ആണ് പ്രധാനമായി വേണ്ടത്. പ്രധാനമായിട്ട് നമ്മുടെ ചാനലിൻ്റെ റീച്ചിനും കൂടുതൽ പ്രോഗ്രസ് പ്രധാനമായി വരുന്നതും ഷോർട്സ് വീഡിയോ ആണ്. പഴയ ആൾക്കാരുടെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഷോർട്സ് വീഡിയോ ഇട്ടതിന് ശേഷം 1000-2000 ഒക്കെ ആയതിനു ശേഷം വ്യൂസ് ആയതിനു ശേഷമാണ് അവർ സ്റ്റക്കായി നിൽക്കുന്നത്. അപ്പോൾ ഈ സ്റ്റക്കാവാതെ ഇരിക്കാൻ വേണ്ടിയിട്ട് നല്ല രീതിയിൽ ഇമ്പ്രൂവ് ആവാൻ വേണ്ടി എന്തൊക്കെയാണ് നമ്മൾ ചെയ്യുന്നത്? ഞാൻ നമ്മുടെ ചാനലിൽ പറയുന്നത് പോലെ തന്നെ 3 കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ ഞാൻ പറയാൻ പോകുന്നത്. ആ കാര്യങ്ങൾ നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ ഉറപ്പായും സബ്സ്ക്രൈബർ ആവും, വ്യൂസും കിട്ടും. അപ്പോൾ എന്തൊക്കെയാണ് എന്ന് 3 കാര്യങ്ങൾ കറക്റ്റായിട്ട് പറയാൻ പോകുന്നത് ഏത് സാധാരണക്കാരിലും ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. നമ്മളൊരു ഷോർട്സ് വീഡിയോ ചിന്തിച്ചാൽ മതി. നമ്മുടെ ഷോർട്സ് കാണുന്ന ആൾക്കാരാണെങ്കിൽ, നമ്മുടെ വ്യൂസ് കാണുന്ന ആൾക്കാരാണെങ്കിലും ഈ സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് നമ്മുടെ സ്ക്രോൾ ചെയ്യുമ്പോൾ ഒരുപാട് ഷോർട്സുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ ഏത് ഷോർട്സിൻ്റെ അകത്താണ് നമ്മൾ ക്ലിക്ക് ചെയ്യുന്നത്, ക്ലിക്ക് ചെയ്യാൻ വേണ്ടി ഒരു കാരണം ഉണ്ടാകും. കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഷോർട്സിനുള്ളിലെ കണ്ടൻറ്റ് നമുക്ക് അറിയത്തില്ല. വീടിനുള്ളിൽ എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഏത് ഷോർട്സ് വീഡിയോ ക്ലിക്ക് ചെയ്താലും നമ്മുടെ ആ ഷോർട്സിൻ്റെ അകത്ത് എന്താണ് സംഭവം എന്ന് നമുക്കറിയത്തില്ല. ആദ്യമായിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യം നമ്മളുടെ ഒരാളെ കൊണ്ട് ക്ലിക്ക് ചെയ്യിപ്പിക്കുക എന്നതാണ്. ആ ക്ലിക്ക് ചെയ്യിപ്പിക്കുക എന്നത് നമ്മളുടെ കഴിവാണ്. എങ്ങനെയാണ് നമ്മൾ ക്ലിക്ക് ചെയ്യിക്കുക? നമ്മൾ എങ്ങനെയാണ് ക്ലിക്ക് ചെയ്യുന്നത് ആ ഷോർട്സിനകത്ത് തമ്പനയിൽ ആ കവർ ഫോട്ടോയുടെ മുകളിൽ നിന്ന് എന്തെങ്കിലും ഒരു പ്രത്യേകത കാര്യം ഉണ്ടാകും. അടിയിൽ ടൈറ്റിൽ കാണും, അതുപോലെ തന്നെ ആ വീഡിയോൻ്റെ തമ്പനയിൽ കാണും. അപ്പോൾ തമ്പനയിൽ കൊടുക്കുമ്പോൾ ഒരു ഓപ്ഷൻ കാണും. അത് നിങ്ങളുടെ ആദ്യത്തെ വീഡിയോയിലൂടെ കറക്റ്റായിട്ട് ഷോർട്ട് വീഡിയോയിൽ തമ്പനയിൽ കൊടുക്കുന്നതെന്ന് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾ ആദ്യം എന്ത് ചെയ്യുക, ഒരു ഷോർട്സ് വീഡിയോയ്ക്ക് നല്ല രീതിയിലൊരു തമ്പനയിൽ കൊടുക്കുക. വെറുതെ നമ്മൾ ഷോർട്സ് അപ്ലോഡ് ചെയ്യുമ്പോൾ പോയാൽ മാത്രം പോരാ, നമുക്ക് ആൾക്കാരെ കൊണ്ട് അത്രയ്ക്ക് അട്രാക്ട് ചെയ്യിപ്പിക്കുക. ആൾക്കാർ കണ്ട് ക്ലിക്ക് ചെയ്യാതെ പോകരുത്. ആ ടൈറ്റിലും ആ തമ്പനയിൽ കാണുമ്പോൾ ഇതിൻ്റെ അകത്ത് എന്തോ കാര്യമായിട്ടുണ്ട്, എന്തോ കാണാൻ വേണ്ടിയിട്ടുണ്ട്, ഉറപ്പായിട്ടും സംഭവം നമുക്ക് കാണുമെന്ന് തമ്പനയിലും ടൈറ്റിലും ആദ്യത്തെ പോയിൻ്റാണ്. നമ്മളുടെ ടൈറ്റിലും തമ്പനയിലും നമ്മളുടെ വീഡിയോയ്ക്ക് വ്യൂ കൊണ്ടുവരാനുള്ള ഏറ്റവും മാർഗം ഷോർട്സ് വീഡിയോയിൽ 100% ഉറപ്പായിട്ടുള്ള കാര്യമാണ്. ഓക്കെ, അപ്പോൾ ഞാൻ പറയുന്ന ഈ വീഡിയോയിൽ 3 കാര്യങ്ങൾ നിങ്ങൾ പരീക്ഷിച്ച് കഴിഞ്ഞാൽ എത്ര വ്യൂസ് കുറഞ്ഞ ആൾക്കാർക്കാണെങ്കിലും വ്യൂസ് കൊണ്ടുവരാൻ പറ്റും. ആദ്യത്തെ കാര്യം ശ്രദ്ധിക്കേണ്ടത്, പരമാവധി അട്രാക്റ്റീവായിട്ടുള്ള ഈ ഒരു ടൈറ്റിലും തമ്പനയിലും ക്രിയേറ്റ് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഒരു ടൈറ്റിൽ ക്രിയേറ്റ് ചെയ്യുക. അതിനുശേഷം ആൾക്കാർ ക്ലിക്ക് ചെയ്തിട്ട് വാച്ച് ചെയ്ത് കഴിഞ്ഞാൽ അത് പരമാവധി, ഞാൻ ഇതിൻ്റെ കൂടെ തന്നെ പറയുകയാണ്, വാച്ച് ചെയ്ത് കഴിഞ്ഞാൽ ആവറേജ് വ്യൂ ഡ്യൂറേഷൻ എന്നൊരു സംഭവമുണ്ട്. അതായത് ആൾക്കാർ നമ്മളുടെ വീഡിയോ എത്ര ശതമാനം വാച്ച് ചെയ്യുന്നുണ്ട്, എത്ര സമയം നമ്മൾ വീഡിയോ വാച്ച് ചെയ്യുന്നതാണ് യൂട്യൂബ് നോക്കുന്നത്. ഒന്നാമത്തെ കാര്യം, നമ്മളുടെ വീഡിയോ കൂടുതൽ ആൾക്കാർ ക്ലിക്ക് റേറ്റ് കൂടുതൽ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ തമ്പനയിലും ടൈറ്റിലും നന്നായിട്ട് ഇടണം, എങ്കിലേ നമുക്കത് റേറ്റ് കിട്ടുകയുള്ളൂ. ആവറേജ് വ്യൂ ഡ്യൂറേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എത്ര ശതമാനം ആൾക്കാർ കാണുക എന്നുള്ളതാണ് നോക്കുന്നത്. ആൾക്കാർ കൂടുതൽ സമയം കാണണം എന്നുണ്ടെങ്കിൽ നമ്മളുടെ ശതമാന കണക്ക് കൂട്ടി നോക്കുകയാണെങ്കിൽ, ആൾക്കാർ കണ്ടൻറ്റ് മോശമാണെങ്കിലും ആൾക്കാർ ശതമാന കണക്ക് കിട്ടുന്നുണ്ടെങ്കിൽ വീഡിയോൻ്റെ ലെങ്ത് പരമാവധി കുറയ്ക്കുക. അതാണ് രണ്ടാമത്തെ പോയിന്റ്. പരമാവധി നമ്മളുടെ കണ്ടൻറ്റ് എത്ര നല്ല രീതിയിൽ ചെയ്യാൻ പറ്റുമോ, എത്ര ലെങ്ത് കുറച്ച് ചെയ്യാൻ പറ്റുമോ, അങ്ങനെയൊക്കെ റീച്ച് കൂടുതലുണ്ടാകും. അതായത് നിങ്ങൾ 1 മിനിറ്റുള്ള വീഡിയോ അപ്ലോഡ് ചെയ്തു, അപ്പോൾ 3 മിനിറ്റുള്ള വീഡിയോ ആണ് നമ്മൾ അപ്ലോഡ് ചെയ്യാൻ നോക്കുന്നത്. അപ്പോൾ 1 മിനിറ്റുള്ള ഷോർട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യുക. നമ്മൾ അതിൻ്റെ ആവറേജ് വ്യൂറേഴ്സ് നോക്കുമ്പോൾ ചിലപ്പം ചില ആൾക്കാർ 3 സെക്കൻഡ് വരെ കാണും, 5 സെക്കൻഡ് കാണും. അപ്പോൾ അവർക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ അവർ സ്കിപ്പ് ചെയ്ത് പോകും. അപ്പോൾ 8 സെക്കൻഡ് 10 സെക്കൻഡ് എന്നൊക്കെയാണ് സ്കിപ്പ് ചെയ്ത് പോയി. ഈ 1 മിനിറ്റുള്ള വീഡിയോൻ്റെ അകത്ത്
യൂട്യൂബ് നോക്കുമ്പോൾ അവരുടെ ആവറേജ് മൊത്തം കാണുന്ന ആൾക്കാരുണ്ടാവും, ഫുള്ളായിട്ട് കാണുന്ന ആൾക്കാരുണ്ടാവും. കൂടുതൽ ആൾക്കാർ ഒരു പരിധി 1 സെക്കൻഡ് 2 സെക്കൻഡ് എന്നൊക്കെയാണ് അവർ കാണുക. മൊത്തത്തിലുള്ള ആവറേജ് നോക്കുമ്പോൾ ഒരു 10 സെക്കൻഡ് നോക്കുമ്പോഴായിരിക്കും, 1 മിനിറ്റിൻ്റെ മുകളിലാണ് നോക്കിയാലും 10 സെക്കൻഡ് കാണുന്ന ആൾക്കാർ തീരെ കുറവായിരിക്കും. അപ്പോൾ യൂട്യൂബ് പേഴ്സണൽ ചെയ്യുന്ന കാര്യമാണ്. കമ്പ്യൂട്ടറിൻ്റെ ആൽഗോരിതത്തിന് മനസ്സിലാവുന്ന കാര്യം, ഈ ഒരു വീഡിയോയ്ക്ക് തീരെ ആൾക്കാർക്കും സപ്പോർട്ടില്ല, ആൾക്കാർക്ക് ഈ വീഡിയോയ്ക്ക് ഒട്ടും സപ്പോർട്ട് ചെയ്യുന്നില്ല എന്നത് അപ്പം യൂട്യൂബ് കമ്പ്യൂട്ടറിൻ്റെ സെറ്റിംഗ് മനസ്സിലാവും. അപ്പോൾ അത് സ്ട്രക്കായി നിൽക്കും. 1000 1200 വ്യൂ ആയതിനു ശേഷം സ്ട്രക്കായി നിൽക്കും. ഇതാണ് വീഡിയോയ്ക്കൊക്കെ സംഭവിക്കുന്നത്. അപ്പോൾ അതേസമയം നിങ്ങളൊരു 15 സെക്കൻഡ് 20 സെക്കൻഡ് ഷോർട്സ് വീഡിയോ ഒക്കെ നിർത്തുകയാണെങ്കിൽ, 1 മിനിറ്റ് 15 മിനിറ്റ് എന്നതിന് പകരം 15 മിനിറ്റ് ചെയ്യുകയാണെങ്കിലും ആൾക്കാർ എങ്ങനെയെങ്കിലും 10 സെക്കൻഡ് ആവറേജ് വന്നു കഴിഞ്ഞാൽ, 15 സെക്കൻഡുള്ള വീഡിയോയ്ക്കുള്ള ആൾക്കാർ ഡ്യൂറേഷൻ വന്നു കഴിഞ്ഞാൽ, അപ്പോൾ യൂട്യൂബിന് മനസ്സിലാവുന്ന കാര്യം, ആ ഒരു വീഡിയോ നല്ല രീതിയിലുള്ള കണ്ടന്റ് ഉണ്ട്, ആൾക്കാർക്ക് കാണാൻ താല്പര്യമുണ്ട്, 3/4% ആൾക്കാരും കാണുകയാണെങ്കിൽ അത് ശതമാനം ഉണ്ട് എന്ന് പറഞ്ഞ് കൂടുതൽ യൂട്യൂബിന് കമ്പ്യൂട്ടറിൽ മനസ്സിലാവും. അപ്പോൾ ആവറേജ് വ്യൂ ഡ്യൂറേഷൻ കൂടെ ഉണ്ടെങ്കിൽ കൂടുതൽ വീഡിയോസ് ആൾക്കാരിലേക്ക് പോവുകയും ചെയ്യും. അത് ഞാൻ പറയുന്നത് പോലെ തന്നെ പരമാവധി ലെങ്ത് കുറച്ചിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യുക. പിന്നെ മൂന്നാമത്തെ കാര്യം, നമ്മളിലുള്ള വീഡിയോയിൽ ആഡ് റേഡിയേഷൻ കൊടുത്ത് പാട്ടിടുന്ന ആൾക്കാരാണ് കൂടുതലും ഉള്ളത്. പരമാവധി നിങ്ങൾ 100% ആൾക്കാരും അതൊരു ഗ്രൂപ്പിലേക്ക് കൊണ്ടുപോകും. നിങ്ങൾ വെറുതെ ഒരു കോൺമസ് കൊടുക്കുന്ന സമയത്തിന് ബാക്ക്ഗ്രൗണ്ടായിട്ട് സൗണ്ട് കുറച്ചിടുക. ആൾക്കാർ കേട്ടില്ലെങ്കിലും കുഴപ്പമില്ല. നിങ്ങളുടെ നൈസായിട്ട് നിങ്ങളുടെ ഓൺ വോയിസും കൂടെ കൊടുക്കാൻ വേണ്ടി, ഓൺ വോയിസ് കൊടുക്കാത്ത വീഡിയോ ആണെങ്കിലും ആഡ് സൗണ്ട് എന്ന ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ ട്രെൻഡിങ് എന്താണ് കൂടുതൽ നിൽക്കുന്ന ഷോർട്സ്, അപ്പോൾ ഏറ്റവും കൂടുതൽ ട്രെൻഡിങ് ആയി നിൽക്കുന്ന സോങ്സ്, അപ്പം ട്രെൻഡിങ് സോങ്സൊക്കെ അടിച്ച് നോക്കേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾ കൂടുതലായിട്ട് ഷോർട്സ് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഏതാണ് ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്നതെന്ന്. സോങ്ങാണ് അത് നിങ്ങൾക്ക് മനസ്സിലാവും. ആ ഒരു സോങ് വീഡിയോ നിങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കുക. സൗണ്ട് പരമാവധി കുറച്ച് കൊടുക്കുക. വൺ വോയിസ് കൊടുക്കുകയാണെങ്കിൽ സൗണ്ട് നല്ല കൂട്ടി കൊടുക്കുക. അല്ലെങ്കിൽ നിങ്ങൾ വൺ വോയിസ് കൊടുക്കുമ്പോൾ തന്നെ ബാക്ക്ഗ്രൗണ്ടിൻ്റെ ഇത് തന്നെ സൗണ്ട് ഒന്ന് കുറച്ച് കൊടുക്കുക. ഈ ട്രെൻഡിങ് ആയിട്ടിൻ്റെ മ്യൂസിക്കിൻ്റെ കൂടെ തന്നെ നമ്മുടെ ചാനൽ മ്യൂസിക്കിനും ട്രെൻഡിങ് ആയി നിൽക്കുമ്പോൾ തന്നെ നിങ്ങളുടെ റീച്ചും കൂടെ നമ്മുടെ വീഡിയോയ്ക്ക് കിട്ടും. അത് ഒരു റീച്ച് ആവുന്ന കാര്യമാണ്. ഈ ഒരു 3 കാര്യങ്ങളും നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ എത്ര ചാനൽ ഫ്രീസായി കിടക്കുന്ന സമയത്തും നിങ്ങളുടെ വീഡിയോ എന്തായാലും 100% മുന്നോട്ട് പോകും. ഇതൊന്നും നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കുക. ഇത് ഞാൻ ചുമ്മാ പറയുന്നതല്ല, ഇതൊരു വീഡിയോ എടുക്കാൻ വേണ്ടി പറയുന്നതല്ല, നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കുക. അപ്പം ഇന്നത്തെ വീഡിയോ എൻ്റെ ഇഷ്ടപ്പെട്ടാണെങ്കിൽ റീച്ച് എന്തായാലും നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ അടുത്തൊരു വീഡിയോയിലേക്ക് കാണാം. ബൈ.